വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. നിങ്ങൾക്കറിയാം, ബസ്സിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടു വന്നൊരു യുവതി ആരോപണം നടത്തിയതിന് പിന്നാലെ മാനഹാനി മൂലം ഒരു യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത വിവരമറിയാം. ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിൽ പ്രമേഷ് തത്സമയം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഒരു വിദേശത്തേക്ക് കടന്നു എന്നുള്ളതിന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചോ? ഗുഡ് മോർണിംഗ്. അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവരില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി ആ ബസ്സിൽ ആ സമയം ഉണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ തുടങ്ങിയവരുടെയൊക്കെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേവലം ഇതൊരു ആത്മഹത്യാ കേസാക്കി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. BJP നേതാക്കളൊക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നിരിക്കെ പിന്നീട് ഈ വളരെ ശക്തമായ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റു നിക്കക്കള്ളിയില്ലാതെ ഇന്നലെ വൈകിട്ട് ഈ വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെ ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം, അതായത് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇന്നലെ ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അതും ലഭ്യമായിട്ടില്ല. കാരണം ആ ഫോണിലാണ് ഇതിന്റെ ഒറിജിനൽ ഫുട്ടേജ് ഉള്ളത്. നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാടധികം ആളുകൾ കണ്ടിട്ടുള്ള വൈറൽ വീഡിയോ ഉള്ളത് യുവതിയുടെ ആ ഫോണിലാണ്. ആ ഫോൺ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ ഫോൺ ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയൂ. ഇന്ന് രാവിലെ നമ്മൾ ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് ഈ വീടിന് മുന്നിലെത്തിയത്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന ആ നിമിഷം 6:30 ദീപകിന്റെ മാതാവ് കന്യക അവർ എഴുന്നേറ്റത് മുതൽ ദീപകിന്റെ ഒരു ഹെൽമറ്റ് കയ്യിൽ പിടിച്ച് ആ സ്ത്രീ വാവിട്ട് കരയുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ പോയിട്ട് അവിടേക്ക് പോകാൻ പോലും തോന്നിയില്ല. അത്രയധികം ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ചകൾ. അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം, ഏക മകനെയാണ് നഷ്ടമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വരെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന, ഈ ഇൻസ്റ്റഗ്രാമിലും നവമാധ്യമ ലോകത്തും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തൊരു അമ്മയാണ്. അവരുടെ കണ്ണീരിന്റെ വേദന, അതിനെന്ത് പകരം കൊടുത്താലാണ് മതിയാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇനി ഈ കുടുംബത്തിന്